വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. അന്തിമാനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാം എന്നാണ് ശുപാർശ. മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് 8.173 കിലോമീറ്റർ ദൂരം, 2134 കോടി രൂപ നിർമ്മാണ ചെലവ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാകും നിർമ്മാണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ്. നമ്മുടെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റുകളൊന്നാണ്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുക. നേരത്തെ ഉള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം. നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. അതിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് 2020 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടന്ന തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.0579 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തും. ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകും നിർമ്മാണം. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.